പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതികർഹമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 53 മുതലുള്ള തിരുവചനങ്ങൾ. യേശു സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയത്തിനെതിരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ അച്ഛൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവന്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ? അവന്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവന് ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിനുമല്ലാതെ മറ്റൊന്നും അപമതിക്കപ്പെടുന്നില്ല. അവിടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതിയും. ഈശോയിലും സ്നേഹവാത്സല്യമുള്ളവരെ, ഇന്ന് ആദ്യമേ തന്നെ തൊഴിലാളി മധ്യസ്ഥനായ യോസേഫ് പിതാവിന്റെ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരുന്നു. ഇന്ന് നമുക്കറിയാം, വായിച്ചു കേട്ട വചനഭാഗത്ത് അവൻ അച്ഛൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അവനെ മാറ്റി നിർത്തിക്കണം, അല്ലെ വില കുറച്ച് കാണുന്നതാണ് നാം കണ്ടത് ഇന്ന് വചനത്തിലൂടെ. പക്ഷെ ഇന്ന് വചനത്തിലൂടെ നമ്മോട് പറയുമ്പോഴും ആ അച്ഛൻ്റെ മകനായിരുന്നത് കൊണ്ടാണ് നമ്മെ ഓരോരുത്തരെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചതും തൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നൽകിയതും ആ ക്രിസ്തുനാഥൻ. ആ അച്ഛൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് ആ മുക്കുവന്മാരായ ശിഷ്യന്മാരാക്കി മാറ്റി, അല്ലെങ്കിൽ അവരെ എല്ലാവരും തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സ്നേഹം പകർന്നു നൽകിയതും വചനം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും അവരോട് പറഞ്ഞു കൊടുക്കും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലും നാം ഇതുപോലെയുള്ള ഒത്തിരിയേറെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ നമുക്കുള്ളവരാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിലും ഇതുപോലെ തന്നെ കുടുംബനാഥനും നാഥയുമൊക്കെ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും മക്കളെ വളർത്തുന്നവരും ഒക്കെയാണ്. അപ്പോഴാ കുടുംബനാഥനെയും ഒക്കെ ആ വിശുദ്ധ യോസേഫ് പിതാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. വിശുദ്ധ പിതാവിനെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും, പ്രത്യേകിച്ച് തിരുക്കുടുംബത്തിലെ മാതൃകയിൽ വളർന്നു വരുവാനും മക്കളെല്ലാം നല്ല രീതിയിൽ വളർന്നു വരുവാനും നല്ല ഉന്നതിയിൽ വളർന്നു വരുവാനും ഉന്നത സ്ഥാനം നേടി കുടുംബത്തിൻ്റെയും മാതാപിതാക്കളുടെയും മഹത്വം അവരിലൂടെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് ഫലത്തിലൂടെയാണ്. അപ്പം മക്കളുടെ നന്മയിലൂടെ, നല്ല വളർച്ചയിലൂടെയാണ് മാതാപിതാക്കളുടെ നന്മ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കുക. എല്ലാ കുടുംബങ്ങൾക്കും പ്രത്യേകമായിട്ട് തൊഴിലാളി മധ്യസ്ഥനായ യോസേഫ് പിതാവിന്റെ എല്ലാവിധ മംഗളങ്ങളും മധ്യസ്ഥന്റെ സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും മധ്യസ്ഥന്റെ സഹായം വഴി ദൈവം സ്വന്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവികാരണ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ശിരസ്സ് നമിക്കാം. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതികർഹമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം തന്നെയായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.